ഏലിയാവ് ഇസബേലിന്റെ വാക്ക് കേട്ട് ഇസബേലിന്റെ നിരൂപണം എന്താണെന്നറിയാമോ? നാളെ ഈ നേരത്ത് അവരിലൊരുവനെ പോലെ ഞാൻ നിന്നെയും ആക്കും. ആമേൻ. ഇത് ഇസബേലിന്റെ നിരൂപണം. ഏലിയാവിന്റെ നിരൂപണം എന്താണെന്നറിയാം? ഇത് കേട്ടപ്പോ പ്രവചിച്ച മനുഷ്യനാ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ ഈ ഒരു വാക്ക് കേട്ടപ്പോ ഏലിയാവും പിശാചിന്റെ ചിന്തയിൽ ചെറുതായിട്ടൊന്ന് ഭയന്നു. എന്നിട്ടിപ്പൊ പറയുന്നത് എന്നാ? മതി കർത്താവേ, എൻ്റെ ജീവനെ എടുക്കണം. ഞാൻ ചോദിക്കാം, ഏലിയാവേ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് മരണം കൂടാതെ നീ എടുക്കപ്പെടാനാ ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ നീ പറയും മതിയെന്ന്. ഇസബേല് പറയും കൊല്ലുമെന്ന്. പക്ഷെ ഉയരത്തിലെ തമ്പുരാൻ പറയൂ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന് അവനെ ഞാൻ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ടുപോകും. ഏതെങ്കിലും ചൂരച്ചെടിയുടെ തണലിൽ അനാഥ പ്രേതമായി കിടക്കുവാനല്ല നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാന്. ഏതെങ്കിലും ചൂരച്ചെടിയുടെ തണലിൽ നിന്റെ ഡെഡ് ബോഡി വന്ന് ഏതെങ്കിലും കഴുകൻ കൊത്തി പറിക്കാനല്ല നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാന്. ഹല്ലേലൂയ. നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നറിയാമോ? അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന് മരണം കാണാതെ നിന്നെ എടുക്കണമെന്ന്, മരണം കാണാതെ നിന്നെ എടുക്കണമെന്ന് ഈ പ്ലാൻ നിന്നെ പറ്റി തമ്പുരാൻ ഇട്ട് കഴിയുമ്പോൾ, ഈ പ്ലാൻ നിന്നെ പറ്റി മുന്നമേ രേഖ എഴുതി വെച്ചിരിക്കുമ്പോ പിന്നെ ഏത് ഇസബേല് പറയുന്നതാ നടക്കുന്നത്? ഏത് ഇസബേല് പറയുന്നതാ നടക്കുന്നത്? ഹല്ലേലൂയ. ചുമ്മാതെയാ, പിശാചേ, വെറുതെയാ. നിനക്ക് പറയാനേ പറ്റത്തുള്ളൂ, മരണം കാണാതെ അവൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. ദൈവം നിരൂപിച്ചു വെച്ചിരിക്കുന്നത് അതാ. ദൈവം നിരൂപിച്ചു വെച്ചിരിക്കുന്നത് അതാ. ഇപ്പൊ ഇസബേല് പറയാ, ഞാൻ അവനെ കൊല്ലുമെന്ന്. തൊടാൻ പറ്റത്തില്ല, നിന്നെ തൊടാൻ പറ്റത്തില്ല, നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീ വേറെ റേഞ്ചാ. ഹല്ലേലൂയ. നിന്നെ തൊടാൻ പറ്റത്തില്ല കേട്ടോ. നീ വേറെ റേഞ്ചിലാ. നിന്റെ പ്രാർത്ഥന വേറെയാ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാ, ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിനകത്തൊരു പദമുണ്ട്,